ഇപ്പോൾ നമ്മോടൊപ്പം നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ നടൻ പ്രേംകുമാറുണ്ട്. വി എസുമായിട്ടുള്ളൊരു വ്യക്തിപരമായ അടുപ്പം അത് എങ്ങനെയായിരുന്നു? ഞാൻ വി എസിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് എന്ന സിനിമ, എൻ്റെ ആദ്യ സിനിമ അതാണ്. അതിനകത്ത് സഖാവ് പി കൃഷ്ണപിള്ളയായിട്ട് അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ഒരു ദിവസം സംവിധായകൻ ശ്രീ പി എ ബക്കർ അദ്ദേഹം സഖാവ് വി എസിനെ കാണാൻ വേണ്ടിയിട്ട് എന്നെയും കൂടെ കൊണ്ടുപോയി. അത് മറ്റൊന്നുമല്ല, സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് വി എസുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. സഖാവ് പി കൃഷ്ണപിള്ളയോടൊപ്പം ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണല്ലോ വി എസ്. അപ്പോൾ സഖാവിനെക്കുറിച്ച്, സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വി എസിനെ പോയി കാണുന്നു. അന്ന് അദ്ദേഹം ഏതോ ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിശ്രമിക്കുന്നൊരു സമയത്താണ്. പക്ഷെ അപ്പോൾ പോലും സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ആവേശഭരിതമായിട്ട് എന്നോട് സംസാരിച്ചതിനോട് അത് സാധാരണ കർഷക തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെയും ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സഖാവ് പി കൃഷ്ണപിള്ള വി എസിനെ നിയോഗിച്ചതിനെക്കുറിച്ചൊക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വി എസ് എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ വളരെ ഒരു പോരാട്ട വീര്യം ഉള്ളിൽ നിറച്ച് ഇങ്ങനെ വന്ന ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ച ഒരു കരുത്താണ്. അദ്ദേഹത്തിൻ്റെ ബാല്യം തന്നെ നമുക്കറിയാമല്ലോ. വി എസ് കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു അനാഥത്വത്തിൻ്റെ ആ ഒരു തിക്താനുഭവങ്ങളിൽ വളർന്ന് ഒരു തീച്ചൂളകളിൽ പരുവപ്പെട്ട ഒരു ജീവിതമായിരുന്നു വി എസിൻ്റെ. പി കൃഷ്ണപിള്ള കൈപിടിച്ചുകൊണ്ടുള്ള നേതാവാണ് വി എസ്. അതുകൊണ്ട് തന്നെ സഖാവിന്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആ കഥാപാത്രത്തെ പാഠപുസ്തകമായിരുന്നില്ല. തീർച്ചയായിട്ടും. അതിനുശേഷം പിന്നെ പലതവണ അദ്ദേഹമായിട്ട് സംസാരിക്കുകയും പി കൃഷ്ണപിള്ളയുടെ ചില മാനറിസംസ്, അപ്പോൾ സഖാവിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു തന്ന കുറേ അറിവുകളുണ്ട്. പി കൃഷ്ണപിള്ളയുടെ ഈ ഒരു നെഞ്ചുപിരിച്ചുള്ളൊരു നടത്തം, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾ പുറകെ കെട്ടിയുള്ള വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു നിൽപ്പ്, മറ്റ് ആരെയെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പരിചയപ്പെടുമ്പോൾ അവരെ എങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കുന്നൊരു മാന്ത്രികമായ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് സഖാവ് കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള വളരെ വിശദമായ ചില വിവരങ്ങൾ വി എസിൽ നിന്നാണ് പാഠപുസ്തകമായിരുന്നു. അതെ. അപ്പോൾ ആ അർത്ഥത്തിൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ഒരു പിന്തുടർച്ചക്കാരനായിട്ടാണ് ഈ വി എസ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നതും അത് പിന്നീട് ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ, എല്ലാ അർത്ഥത്തിലും ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിലൊക്കെ അത് നമുക്കറിയാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയും ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത, ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും. ഇപ്പോൾ ഒരു സാമൂഹിക വിഷയമുണ്ടാകുമ്പോൾ തന്നെ അതിന് അകലെ മാറി നിന്ന് അതിനെക്കുറിച്ച് കണ്ട് പ്രസംഗിക്കുകയല്ല. ഒരു വിഷയമുണ്ടായാലും അവിടെ നേരിട്ട് ചെന്ന് ഇടപെട്ട്, അതിപ്പോൾ മതികെട്ടാനിലായാലും മുല്ലപ്പെരിയാറിലായാലും മൂന്നാറിലായാലും ഒക്കെ തൻ്റെ പ്രായവും ആരോഗ്യവും ഒന്നും വകവയ്ക്കാതെ അവിടെ നേരിട്ട് ചെന്ന് അവിടുത്തെ സാധാരണ മനുഷ്യരുമായി സംസാരിച്ച് ആ പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനെ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് അദ്ദേഹം പിന്നീട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അത് പൊതുസമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു ജനപക്ഷ നിലപാടാക്കി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിച്ചിട്ടുണ്ട്. അതൊരു യഥാർത്ഥ ഒരു എന്താണ്, വിപ്ലവീര്യം ഉള്ളിൽ നിറച്ച്, അല്ലെങ്കിൽ ഒരു സമരനായകൻ്റെ, ഒരു ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയൊക്കെ ഒരു സംരക്ഷകനായി അദ്ദേഹം മാറിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം തീർച്ചയായും അത് കേരളത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിന് തന്നെ അതൊരു വലിയ നഷ്ടമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതാണ്. അത്രയേറെ ഒരു നിസ്വാർത്ഥമായ ഒരു രാഷ്ട്രീയ ജീവിതം നയിച്ച, ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു ഉത്തമനായ ഒരു ഭരണാധികാരി, രാഷ്ട്രീയക്കാരൻ, ജനനേതാവ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത്.